അപ്പോൾ റിൻഷിത മിസ്സാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ സീക്രട്ടായിട്ടൊരു കാര്യം പറഞ്ഞു തരാനാണ് കേട്ടോ. എന്തിനെ പറ്റിയിട്ടാണെന്നറിയോ? നമ്മൾ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് വളരാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, എന്താണ് ആ ടിപ്പ്? അത് നിങ്ങളിതൊന്ന് വായിച്ചേ. എന്തത്? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും അല്ലേ? അതാരാ പറഞ്ഞിട്ടുള്ളത്? കുഞ്ഞുണ്ണി മാഷാണ് അല്ലേ? അതായത് ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ വായിച്ചു വളർന്നാൽ, വായനാശീലം നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര മിടുക്കുകളും മിടുക്കന്മാരാവുന്ന പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള സീക്രട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും വായനാശീലം വളർത്തുക. വായനാശീലം വളർത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താ? നമുക്ക് കൂടുതലായിട്ട് അറിവുകളൊക്കെ ലഭിക്കും അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഇപ്പോൾ വായനാശീലം വളർത്തുക, എന്തൊക്കെ ഇപ്പോൾ വായിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ? പേടിക്കണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ എജുപോർട്ടിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലും നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ ഇനി മുതൽ ഡെയിലി എന്ത് ചെയ്യും? ന്യൂസ് പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള PDF-കൾ നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ 6 മണിക്കാണ് ഷെയർ ചെയ്യുക. മൺഡേ ടു സാറ്റർഡേ വരെ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഷെയർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സൺഡേ ഇതിൻ്റെ ഒരു എക്സാം നമ്മൾ നടത്തും. എന്നിട്ട് അതിൻ്റെ വിന്നറേയും നമ്മൾ അനൗൺസ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ ഇതിൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ കമ്മ്യൂണിറ്റി ചാനലിലേക്ക് ലിങ്ക് നമ്മൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വായനാശീലം വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ ഇതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വായനാശീലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു വായനാശീലം വളർത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെ, വായനക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നമ്മളൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഡേ ഏതാ നോക്കിക്കേ? ഏതാണ്? നമ്മുടെ വായനാ ദിനമാണ് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വായനക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ? നമുക്ക് കൂടുതലായിട്ട് നോളേജ് ഒക്കെ കിട്ടാനുള്ള ഒരു വഴിയാണ് ഈ വായന എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വായനാ ദിനം വരുന്നുണ്ട്. എന്നാണെന്നറിയോ? ജൂൺ 19-നാണ് വായനാ ദിനം വരുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ക്യൂസ് ആണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. മിസ് എന്ത് ചെയ്യും? കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ തരും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്വിസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്കൊന്ന് നോക്കാം അല്ലെ എന്തൊക്കെയാന്ന്. അപ്പൊ നോക്കിക്കേ, എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? എന്നാണ്? മിസ് ആദ്യം പറഞ്ഞു എന്നാണ്? ജൂൺ 19-നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ? ജൂൺ 19-നാണ് നമ്മൾ വായനാ ദിനം നമ്മൾ ആചരിക്കുന്നത് അല്ലേ? നോക്കിക്കേ, ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കറിയോ ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ഒരു വായനാ ദിനം ആചരിക്കുന്നത്? നോക്കിക്കേ, ആരുടെ ഓർമ്മയ്ക്കാണ്? PN പണിക്കരുടെ ഓർമ്മയ്ക്കാണ് കേട്ടോ. ആരുടെയാണ്? PN പണിക്കർ കേട്ടോ. പിന്നെ നോക്കിക്കേ, ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏത് വർഷം മുതലാണ് നമ്മൾ ഈ ഒരു വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വർഷം ഏതാണ്? 1996 മുതലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു വായനാ ദിനം നമ്മൾ ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എന്താണ്? എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നോക്കിക്കേ, എവിടെയാണ്? തിരൂർ തുഞ്ചൻ പറമ്പ് കേട്ടോ. എവിടെയാണ്? തിരൂരിലുള്ള തുഞ്ചൻ പറമ്പിലാണ്. എവിടെയാണ്? ഡിസ്ട്രിക്റ്റ് വരുമ്പോൾ ജില്ല ഏതാണ്? മലപ്പുറം ആണ് കേട്ടോ. മലപ്പുറത്ത് തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് നമ്മുടെ ഈ ഒരു സ്മാരകം. ഏത് സ്മാരകം? എഴുത്തച്ഛൻ സ്മാരകം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? ഓക്കെ, പിന്നെ പറയുന്നത് കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ഏത് ദിവസം വരെയാണ്? ജൂൺ 25 വരെയാണ്. എന്തുള്ളത്? വായനാ വാരം. കേട്ടിട്ടോ നിങ്ങൾ? വായനാ വാരമായിട്ട് നമ്മൾ ആചരിക്കുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത് ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ് നമ്മൾ വായനാ വാരം നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാട്ടോ നമുക്ക്. ഇത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു
വേർഡാണല്ലേ. എന്താണ്? വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം അല്ലെ. ഇത് ആരുടെ വരികളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം അല്ലെ ആരുടെ വരികളാണ്. ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് കേട്ടോ. ഇത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ദെൻ മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ് അല്ലെ. എന്താണ് മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്താ? ഉണ്ണുനീലി സന്ദേശം. എന്താ? ഉണ്ണുനീലി സന്ദേശമാണ് ആദ്യത്തെ സന്ദേശ കാവ്യം എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ നമുക്ക്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത്? ആരാ തയ്യാറാക്കിയത്? ഡച്ചുകാർ അല്ലെ. ഇവിടുത്തെ നമ്മുടെ മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത്? ഏതാ നോക്കിക്കേ, ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ്. മറന്നു പോയത് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത് കേട്ടോ. നോക്കിയാലോ, നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആരുടെയാണ്? നമ്മുടെ അബ്ദുൽ കലാം ആസാദിന്റെയാണ് നമ്മുടെ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ള ആത്മകഥ. ആരുടെയാ? നമ്മുടെ അബ്ദുൽ കലാം ആസാദിന്റെ അല്ലേ. അപ്പൊ അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ ഏതാ ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഏതാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയണം അല്ലേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത് കേട്ടോ? സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണെന്നറിയോ? ജ്ഞാനപീഠമാണ് കേട്ടോ. ഏതാണ്? ജ്ഞാനപീഠമാണ് കേട്ടോ. ജ്ഞാനപീഠം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ഏത് നഗരാണ്? അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആൻസർ ഏതാ? കോട്ടയമാണ് കേരളത്തിലെ അക്ഷരനഗരം എന്ന് പറയുന്നത് കേട്ടോ. ഏതാ? കോട്ടയം. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓസ്കാർ അവാർഡ് ജേതാവായ റസൂൽ പൂക്കുട്ടിയുടെ ആത്മകഥ അല്ലെ. ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ് റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയോ? ഏതാ നോക്കാം അല്ലെ. ഏതാ നോക്കിക്കേ. ശബ്ദ താരാപദം അല്ലെ. എന്താ? ശബ്ദ താരാപദാണ് റസൂൽ പൂക്കുറ്റിയുടെ ആത്മകഥ എന്ന് പറയുന്നത് കേട്ടോ. എന്താ? ശബ്ദ താരാപദം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വയലോപ്പിള്ളിയുടെ സ്മരണയ്ക്കായി ഇവനെ കൂടി എന്ന കവിത രചിച്ചതാര്? ഏതാണ്? വൈലോപ്പിള്ളിയുടെ സ്മരണയ്ക്കായി ഇവനെ കൂടി എന്ന കവിത അല്ലെ. ഇവനെ കൂടി എന്ന കവിത രചിച്ചതാര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ആരാ നോക്കിയാലോ? സച്ചിദാനന്ദനാണ് കേട്ടോ. ആരാണ്? സച്ചിദാനന്ദനാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ അല്ലെ. സംസ്കൃത നാടകത്തിന്റെ പിതാവ്. ഓക്കെ, സംസ്കൃത നാടകത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എന്താണ്? ഭാസനാണ് കേട്ടോ. ആരാണ്? ഭാസൻ. എന്തിന്റെ പിതാവാ? സംസ്കൃത നാടകത്തിന്റെ പിതാവ് അല്ലെ. എന്തിന്റെയാ? സംസ്കൃത നാടകത്തിന്റെ പിതാവ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എന്താണ്? ഭാസനാണ് കേട്ടോ. ആരാണ്? ഭാസനാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഋതുക്കളുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? എന്ത് കവിയാണ്? ഋതുക്കളുടെ കവി അല്ലെ. അതായത് ഈ സീസൺ എന്നൊക്കെ പറയാമല്ലോ അല്ലെ. അപ്പോ ഈ ഋതുക്കളുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും? നമുക്ക് നോക്കാം അല്ലെ. എന്തായിരിക്കും? ചെറുശ്ശേരിയാണ് കേട്ടോ. ചെറുശ്ശേരിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാ? ചെറുശ്ശേരിയാണ് കേട്ടോ. ആരാ? ചെറുശ്ശേരിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. തത്വമസി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഏതാ ഗ്രന്ഥം? തത്വമസി അല്ലെ. തത്വമസി. അതിന്റെ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? അത് എഴുതിയിട്ടുള്ള ആള് ആരാന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കിയാൽ ആരാന്ന്? സുകുമാർ അഴീക്കോട്. ആരാ? സുകുമാർ അഴീക്കോടാണ് തത്വമസി എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് അല്ലെ. ഏതാ? സുകുമാർ അഴീക്കോട്. ഏതാണ് ഗ്രന്ഥം? ഏതാണ്? തത്വമസി കേട്ടോ. തത്വമസി. നെക്സ്റ്റ് നോക്കിക്കേ. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏത്? എന്താണ്? മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏത് എന്നാ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? രാമചന്ദ്രവിലാസം കേട്ടോ. നോക്കിക്കേ, ആരാണ്? എന്താണ്? രാമചന്ദ്രവിലാസമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏത്? അല്ലെ, നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ന്യൂസ് പേപ്പേഴ്സ് അറിയായിരിക്കും അല്ലേ? മാതൃഭൂമി, മലയാള മനോരമ, അങ്ങനെ കുറേ ന്യൂസ് പേപ്പേഴ്സ് അറിയായിരിക്കും അല്ലേ? അപ്പം മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ വർത്തമാന പത്രം ഏതാ? അത് രാജ്യസമാചാരാണ് കേട്ടോ. ഏതാണ്? രാജ്യസമാചാരാണ് മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ്? അതായത് നമ്മുടെ ഈ ഒരു വന്ദേ മാതരം എന്ന ഗാനം ഉണ്ടല്ലോ അല്ലെ, അത് ആരാണ് എഴുതിയിട്ടുള്ളത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് അല്ലെ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഏത് നോവലിലാണ് ഈ ഒരു വന്ദേ മാതരം എന്ന ഈ ഒരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഏത് നോവലിലാണ്? ആനന്ദമഠം എന്ന നോവലിലാണ് ഈ ഒരു വന്ദേ മാതരം എന്ന ഗാനം അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വന്ദേ മാതരം ആരാ എഴുതിയിട്ടുള്ളത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ്? പി എൻ പണിക്കർ ആരാ? അല്ലെ, അദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ടാണ് നമ്മൾ ഈ ഒരു ഡേ ആചരിക്കുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് ആലപ്പുഴയിലെ നീലംപേരൂരിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് അല്ലെ. എവിടെയാണ്? ആലപ്പുഴയിലെ നീലംപേരൂരിലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലെ. എഴുത്തച്ഛനാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ കിട്ടിയല്ലോ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? വായനാശീലം എന്ന് പറയുന്നത് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒന്നാണ് അല്ലെ. എന്താണ് വായന എന്ന് പറയുന്നത്? നമുക്ക് കുറേ അധികം വിവരങ്ങളും കുറേ അധികം അറിവുകൾ അല്ലെ, നമ്മുടെ ലോകത്തെ കുറിച്ചിട്ടുള്ള കുറേ അധികം വിവരങ്ങളും അറിവുകളൊക്കെ കിട്ടാനുള്ള ഒരു വഴിയാണ് ഈ വായന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വായനാശീലം വളർത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ എജുപോർട്ടിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റി ചാനലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന്റെ ലിങ്ക് എവിടെ ഉണ്ടാവും? ഇതിന്റെ കമന്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എല്ലാ ദിവസവും, അതായത് മൺഡേ ടു സാറ്റർഡേ, നമ്മൾ 6 മണിക്ക് ന്യൂസ് പേപ്പറിന്റെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ സൺഡേ അതിനൊരു എക്സാം നടത്തും. എന്നിട്ട് അതിന്റെ വിന്നറേയും നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ എജുപോർട്ടിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മുടെ ക്ലാസ് 6ന്റെ സൂപ്പർ ബാച്ച് നമ്മൾ ജൂൺ 5-ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ അതിന്റെ പ്രൈസ് വരുന്നത് എത്രയാണ്? 2599 രൂപയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മിസ് പറഞ്ഞു എന്താണ്? നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ചാനലും നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡെയിലി ഉള്ള ന്യൂസ് പേപ്പേഴ്സിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യാൻ? വായിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ മൺഡേ ടു സാറ്റർഡേ ആണ് നമ്മൾ ഇത് ഷെയർ ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൺഡേ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ വിന്നറേയും നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പൊ നിങ്ങൾ വായനാശീലം വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക കേട്ടോ.